വീണ്ടും വീണ്ടും ട്രംപ് ആകട്ടെ ഈ യുദ്ധത്തിൽ ഇടങ്കോലിട്ടുകൊണ്ട് ഇത് വഷളാക്കാനുള്ള കൂടുതൽ ശ്രമങ്ങൾ നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഏകദേശം 12 തവണയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നുവെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. ഇതോടുകൂടി തന്നെ അറബ് രാജ്യങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുകയാണ്. ഇതിന്മേൽ എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്ന ആശങ്ക പോലും നിലനിൽക്കുമ്പോഴാണ് അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് ആകട്ടെ ഇത്തരത്തിൽ നിരക്കാത്ത അല്ലെങ്കിൽ നീതിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത്. US ഭരണകൂടം നിശ്ചയിച്ചിരുന്ന 4 മുതൽ 6 ആഴ്ച വരെയുള്ള യുദ്ധകാല പരിമിതി മറികടക്കാതെ തന്നെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ആ ഒരു ദൗത്യം ഈ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാകില്ല എന്നും ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ മിസൈൽ ശേഷിയെയും നാവികസേനയെയും തകർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇപ്പോൾ അമേരിക്കയുടെ തീരുമാനം. ഇതിനുശേഷം നയതന്ത്രപരമായ സമ്മർദ്ദത്തിലൂടെ തന്നെ ഹോർമുസ് കടലിടുക്ക് അവിടെ തുറക്കാനാണ് ട്രംപ് പദ്ധതിയിടുന്നതും. ഇറാന്റെ തിരിച്ചടി മൂലം ഈ പാത തടസ്സപ്പെടുന്നത് ആഗോള ഊർജ്ജ വിപണിയെ തന്നെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ ഗസോലിൽ വലിയ ഒരു വില ഗാലന് $4 കടന്നുകൊണ്ട് രാജ്യത്തിനകത്ത് ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതേസമയം യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ പകുതിയിലധികവും ഇതിനോടകം തന്നെ ആ ഒരു രീതി നേടിക്കഴിഞ്ഞതായി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധം എന്ന് അവസാനിപ്പിക്കുമെന്ന് പറയാൻ തനിക്ക് ഒരിക്കൽ പോലും കഴിയില്ല എന്നും ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി തന്നെ കുറയ്ക്കാൻ സാധിച്ചതായും ഇവിടെ അവകാശപ്പെടുകയാണ്. ആയിരക്കണക്കിന് ഇറാൻ സൈനികരെ വധിക്കാൻ അവിടെ സാധിച്ചു എന്നതാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഇറാന്റെ ആയുധ നിർമ്മാണശാലകളും ആണവ പദ്ധതികളുടെ ആ ഒരു പ്രധാന ഭാഗങ്ങളും തകർത്തതായി തന്നെ നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആണവശേഷി തകർക്കുന്നതിലൂടെ തന്നെ രാജ്യം വൈകാതെ തന്നെ അവിടെ ഒരു വലിയ രീതിയിൽ ഇവർ തകർന്ന് തരിപ്പണമാകുമെന്നൊരു വിശ്വാസമാണ് ഇസ്രായേൽ പ്രകടിപ്പിക്കുന്നത്. അതേസമയം പശ്ചിമേഷ്യയിൽ ഇറാനുമായുള്ള സൈനിക നീക്കം ആഴ്ചകൾ പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ ഗതി മാറ്റുന്ന നിർണായകമായ തീരുമാനങ്ങളുമായിട്ടാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നത് വരെ അവിടെ കാത്തിരിക്കേണ്ടതില്ല എന്ന നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള സങ്കീർണമായ ദൗത്യം ഭാവിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിലെ സൈനിക ആ ഒരു ക്യാമ്പയിൻ അവസാനിപ്പിക്കാൻ അദ്ദേഹം ഇസ്രായേലിനോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതേസമയം ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതും US സേനയ്ക്ക് അത്രയും എളുപ്പമാകില്ല എന്നതാണ് പ്രതിരോധ മേഖലയിലെ വിദഗ്ധരുടെ നിരീക്ഷണം. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും കടുത്ത മുന്നറിയിപ്പുകൾ നൽകാൻ അദ്ദേഹം മറക്കുന്നില്ല. ഹോർമുസ് കടലിടുക്ക് ആ ഒരു ഉടമ്പടി വാണിജ്യത്തിനായി തന്നെ തുറക്കില്ല എങ്കിൽ ഇതുവരെ തൊടാത്ത അല്ലെങ്കിൽ ഇറാന്റെ വൈദ്യുതി നിലയങ്ങൾ, എണ്ണ കിണറുകൾ, ഗാർഗ് ദ്വീപ് എന്നിവ പൂർണ്ണമായും തകർക്കുമെന്ന ഒരു ഭീഷണി കൂടിയാണ് ട്രംപ് ഇവിടെ മുഴക്കിയത്. അതേസമയം ഇറാനിലെ തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു പ്രക്രിയയിൽ വലിയ അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ മറ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.